കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരേ സമയം ദേശീയഗാനവും വന്ദേമാതരവും ആലപിച്ചതിൽ നിയമവശം പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ്. വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ 5 പരാതികളാണ് പോലീസിന് ലഭിച്ചത്. ദേശീയഗാനത്തെ അപമാനിച്ച BJP കൗൺസിലർമാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് UDF-ന് പുറമെ DYFIയും പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൗൺസിലർ നവ്യ ഹരിദാസിന്റെ മൊഴി വീട്ടിലെത്തി ടൗൺ പോലീസ് ശേഖരിക്കുകയാണ്. സരീഷ് PK വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, ഇന്നലെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്. ഒരേ സമയം വന്ദേമാതരവും ദേശീയഗാനവും ഒക്കെ പാടുക. സത്യത്തിൽ അതൊരു തീർത്തും എല്ലാത്തിനെയും രണ്ടിനെയും അപമാനിക്കുന്ന തരത്തിലാണ് ആ പ്രവൃത്തി മൊത്തത്തിൽ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുകയുള്ളൂ. ഒന്നും അതിനോട് നീതി പുലർത്തുന്ന രീതിയിലല്ല അവിടെ ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും 2 രാഷ്ട്രീയ വശങ്ങളുണ്ട്. അതിൽ നിലവിൽ പരാതികളും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഏത് നിലയ്ക്കാണ് ഇതിൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഇപ്പോൾ? ആദ്യ ഘട്ടത്തിൽ ഈ പരിശോധന, അതായത് എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്നലെ നവ്യ ഹരിദാസാണ് ആദ്യം കമ്മീഷണർക്ക് പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നവ്യ ഹരിദാസിൻ്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നത്. എന്താണ് സംഭവിച്ചത്, ഈ ദേശീയ ഗാനം പാടുന്നതും ദേശീയ ഗീതം പാടുന്നതും ഏത് സമയത്തായിരുന്നു, നേരത്തെ കാര്യങ്ങൾ അറിയിച്ചിരുന്നോ, ചടങ്ങിൽ ഏതെങ്കിലും രീതിയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, അജണ്ടയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിശദീകരണമായി തേടുന്നത് അല്ലെങ്കിൽ മൊഴിയായി രേഖപ്പെടുത്തുന്നത്. ഇന്നലെ കോർപ്പറേഷൻ സ്വാതന്ത്ര്യദിന ചടങ്ങുമായി ബന്ധപ്പെട്ട് നേരത്തെ അജണ്ട പാസ്സാക്കുകയും ആ അജണ്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം, മേയറുടെ സ്വാതന്ത്ര്യദിന സന്ദേശമായിരുന്നു. അതിനുശേഷം ജനഗണമന പാടി പിരിയും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനിടയിലാണ് വന്ദേ മാതരം ആലപിക്കുകയും ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടാണ് പരാതിയുള്ളത്. നിലവിൽ ഈ കൗൺസിലർ എന്ന രീതിയിൽ നവ്യ ഹരിദാസിൻ്റെ മൊഴി അവരുടെ വീട്ടിലെത്തി രേഖപ്പെടുത്തുകയാണ്. മറ്റ് പരാതികളിലും സമാനമായ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നിലവിൽ DYFIയുടെ ഭാഗമായും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പരാതി, UDF കൗൺസിലർമാരുടെ പരാതി, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിൻ്റെ പരാതി കൂടിയുണ്ട്. അങ്ങനെ നിരവധി പരാതികൾ നിലവിൽ തന്നെ കമ്മീഷണറുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും കൃത്യമായൊരു നിയമോപദേശം തേടുകയും ഈ കാര്യത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുക. എന്തായാലും ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഈ മൊഴിയെടുപ്പ് പൂർത്തിയാക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ശരി.